അപ്പോൾ സ്പൈൻ്റെ പാർട്സ് എടുത്തപ്പോഴാണ് അതിൽ കണ്ടത് ഇങ്ങനെ ട്യൂമർ ഇങ്ങനെ ഉണ്ടെന്നുള്ളത്. +2 കഴിഞ്ഞ് ഇനി എന്തെന്നുള്ളൊരു നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോഴാണ് എനിക്ക് എന്തായാലും ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം, അതിന് എന്താണെങ്കിലും ഇൻകം വേണം. കുറേ പേരിൽ നിന്ന് അവൾ അവാർഡ് മേടിച്ചതിന് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അവൾക്ക് കിട്ടിയത്. ഒട്ടും സമയം വേസ്റ്റാക്കാതെ എന്ത് കൊടുക്കുന്നത് ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു മനോഭാവമൊക്കെ ഉള്ളത്. 3 മന്ത് കോഴ്സ് അങ്ങനത്തെ കിട്ടുന്ന ഞാൻ നോക്കി, കോഡിങ് നോക്കി പറ്റില്ല. അങ്ങനെയാണ് മാർക്കറ്റിംഗ് ഇതിലേക്ക് വന്നത്. മെയിൻ ഗോൾ എന്ന് പറയുന്നത് നടക്കുക. ഈ ഒരു 1 ഇയർ ഉണ്ട്, ആ ഒരു ടൈമിൽ എനിക്ക് നടക്കണം. കോൺവെക്കേഷന് പോകാൻ പറ്റുന്നെങ്കിൽ സങ്കടം ഉണ്ടായിരുന്നു, ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു വരണം എന്നൊക്കെ. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ വരാൻ പറ്റാത്തതായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് വേറെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ പോയിട്ട് വന്ന് വൈകിട്ട് ഫോൺ നോക്കുമ്പോഴാണ് മെസ്സേജ് അവാർഡ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ നമുക്ക് ഇതൊട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഞാൻ അവരും കലകമി കുരുതാൻ കാമുകളും ബന്ധാടുത്താനേ കഥയത് മൊഴികെ ബള്ളുവനാട്ടിൻ ജമാലാനെ അവരും കലകമി കുരുതാൻ കാമുകളും ബന്ധാടുത്താനേ. ഹായ്, ഞാൻ സ്നേഹ, കാസർഗോഡ് വീട്. ഇപ്പോൾ ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി വഴി ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ CDAയിൽ B245 ബാച്ചിലുണ്ടായിരുന്നു, ഓൺലൈൻ ബാച്ചായിരുന്നു. ഇപ്പം ഞാൻ +2 കഴിഞ്ഞിട്ട് മെയിനായിട്ട് എൻ്റെ ട്രീറ്റ്മെൻറ്റ് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരു ജോബ് വേണം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു ഇൻകം കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഞാൻ നോക്കി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് വേണ്ടിയിട്ട് കോഡിങ് അങ്ങനെ ഓൺലൈനിൽ കിട്ടാവുന്ന എല്ലാം നോക്കി, കുറേ ഓപ്ഷൻസ് നോക്കി. പക്ഷേ ഒന്നും വർക്കൗട്ട് ആയില്ല. മാർക്കറ്റിംഗ് നോക്കിയാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് നോക്കിയായിരുന്നു. പക്ഷേ അത് മെയിൻ ഫോക്കസ് ആയിട്ട് എടുത്തില്ല. അത് കഴിഞ്ഞ് എൻ്റെ കസിനാണ് പറഞ്ഞത് ഇങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, 3 മന്ത് കോഴ്സാണ്, എൻ്റെ ഫ്രണ്ടിൻ്റെ അക്കാഡമി ഉണ്ട്, CDA നോക്കുന്നു എന്ന് ചോദിച്ചു. ഇല്ല, ഓക്കെ, എന്താണെങ്കിലും ഞാൻ നോക്കിയിട്ടൊന്നും ശരിയായില്ല, നോക്കാമെന്ന് ഓർത്ത് ഞാൻ ഇൻസ്റ്റയൊക്കെ നോക്കും. ഒന്നൊക്കെയുള്ള സംഭവങ്ങളില്ല. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാമെന്ന് ഓർത്താണ് ഇങ്ങോട്ട് CDAയിൽ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ അവർ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. ഓൺലൈനും ഓഫ്ലൈനും ഉണ്ട്, പിന്നെ റെക്കോർഡായിട്ട് വീഡിയോ ഉണ്ട്, എന്തെങ്കിലും മിസ്സാവാൻ തന്നെ നമുക്ക് അത് ഓക്കെ ആക്കി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ജൂലൈ 21 ഞങ്ങൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക ചെയ്തത്. അപ്പോൾ ആദ്യമൊക്കെ നല്ല ടെൻഷനായിരുന്നു. ഓൺലൈനായിട്ടാണല്ലോ, നമുക്കറിയാമല്ലോ, ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ടാണല്ലോ. അത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടേ ഇല്ലാത്തതുകൊണ്ട് തന്നെ എങ്ങനെ ഇത് ഒരാളോട് ചോദിച്ച് മനസ്സിലാക്കാൻ അടുത്ത ആരും ഉണ്ടാവില്ല, ഓൺലൈനാണല്ലോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ആ 1 വീക്ക് കഴിഞ്ഞപ്പോഴേക്കും അതങ്ങ് മാറിക്കിട്ടി. കാരണം എല്ലാം നല്ല മനസ്സിലാക്കി പഠിപ്പിക്കുന്നതുകൊണ്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാനാണെങ്കിൽ ചോദിക്കുമ്പം നമുക്ക് പെട്ടെന്ന് റിപ്ലൈ തരുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബാച്ചിലൊരു മെൻറ്റർ ഉണ്ടായിരുന്നുകൊണ്ട്, തേശ്രീ മാം ആണ് എൻ്റെ മെൻറ്റർ. അപ്പം മെൻറ്ററിനോട് ചോദിക്കുമ്പോൾ പുള്ളിക്കാരി പെട്ടെന്നാണ് റിപ്ലൈ തന്ന്, എന്തെങ്കിലും ഇല്ലാത്തെങ്കിൽ വേറെ ട്രെയിനറായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ തന്നെ പെട്ടെന്ന് അത് ആക്കി തരുകയൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ 7th വരെ സ്കൂളിൽ പോയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് കൊറോണ കാര്യങ്ങളൊക്കെ ആയിട്ട് ലോക്ക്ഡൗൺ ഒക്കെ വീട്ടിലായിരുന്നു. അങ്ങനെ 9th പഠിക്കുന്ന ടൈമിൽ എനിക്ക് കൊറോണ വന്നായിരുന്നു. അത് കഴിഞ്ഞ് കൊറോണ വന്നു കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് നടക്കുമ്പോൾ ഞാൻ ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ പോവുക, ഫേസ് പോവും, പിന്നെ കൈയൊക്കെ ഇങ്ങനെ കോച്ചി പിടിക്കുന്ന അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഒരു 5 തൊട്ട് സ്കോളിസിൻ്റെ പ്രശ്നമാണ്, നട്ടലിൻ്റെ വളവ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കൊറോണ വന്നതിന് ഇത് സിംറ്റംസ് കാണിക്കുമ്പോൾ ഞങ്ങൾ ഓർത്തു ചിലപ്പോൾ ആ നട്ടലിൻ്റെ വളവിൻ്റെ പ്രോബ്ലം ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തിരിച്ച് കോഴിക്കോട് പോയി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അങ്ങനെ തുടങ്ങിയായിരുന്നു. പക്ഷേ ന്യൂറോ സർജനെ കാണിച്ചപ്പോൾ പുള്ളിക്കൊരു ഡൗട്ട്, കാരണം നട്ടിൽ വളവാണെങ്കിൽ ഇങ്ങനെ സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല, ഇത് വേറെന്തോ പ്രോബ്ലം ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ MRI എടുത്തു. ഫസ്റ്റ് ഒന്നും കിട്ടിയില്ല. അങ്ങനെ 3 MRI എടുത്തതിൻ്റെ പാർട്സ് എടുത്തു സ്പൈനലിൻ്റെ. അപ്പോൾ തന്നെ പറഞ്ഞു നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റില്ല, ഒന്നെങ്കിൽ ചിത്രയിൽ പോകണം, ട്രിവാൻഡ്രം, അല്ലെങ്കിൽ വെല്ലൂർ പോകണം എന്ന് പറഞ്ഞു. നമുക്ക് ഒന്നും പോസിബിൾ അല്ലാതെ പോകാനായിട്ട്. അപ്പോൾ പിന്നെ അമ്മയുടെ കസിനൊക്കെ അവിടെ ട്രിവാൻഡ്രത്ത് പോയിട്ടുള്ള, അവർ ആ ഹോസ്പിറ്റലിൽ കണക്ട് ആയിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് അവിടെ അഡ്മിറ്റ് ആവാൻ പറ്റി. പിന്നെ സെപ്റ്റംബർ 6 സർജറി കഴിഞ്ഞു. അതിന് സെപ്റ്റംബർ 6 അന്ന് രാവിലെ വരെ നടക്കുമായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു, നടന്നാ പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ പിന്നെ ബ്രസ്റ്റിന് താഴേക്ക് പാരലൈസ്ഡ് ആവുക ചെയ്തത്. പിന്നെ നടക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. ഇപ്പോൾ തെറാപ്പി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ 10th സ്റ്റാർട്ട് ചെയ്യാമെന്ന്, പിന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നപ്പോഴായിരുന്നു. ഇപ്പോൾ ടീച്ചേഴ്സ് എല്ലാം ഓൺലൈനായിട്ട് എടുത്തു തരാം എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ ക്ലാസ് എല്ലാം ഓൺലൈനായിരുന്നു. പിന്നെ ടീച്ചേഴ്സ് ഇവിടെ വന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ 10th നല്ല മാർക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് +1 +2 ചൂസ് ചെയ്യാനായിട്ട് സയൻസ് എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ലാബ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പറ്റിയില്ല. അപ്പം ഹ്യൂമാനിറ്റീസ് ചൂസ് ചെയ്തു. അപ്പോൾ അവിടെ നല്ല സപ്പോർട്ടാണ് ടീച്ചർമാർ. വീട്ടിൽ വന്ന് ക്ലാസ് എടുക്കുക, ഈ സ്കൂളിൽ എങ്ങനെയാണോ ക്ലാസ് എടുക്കുന്നത് അതുപോലെ തന്നെ രാവിലെ 9 to 3 അല്ലെങ്കിൽ 4 വരെ എപ്പോഴാണോ അതുവരെ അവർ ക്ലാസ് എടുത്തിട്ട്
പിന്നെ +1 +2 ആ ഒരു രീതിയിൽ പോയി. അവർ വന്ന് പഠിപ്പിച്ചു ഓൺലൈനായി. അപ്പം അതെല്ലാം കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഇനി എന്തെന്നുള്ളൊരു നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോഴാണ് എനിക്ക് എന്താണ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണോ, അതിന് എന്താണ് ഇൻകം വേണം. ഇപ്പം ജോബ് എന്നുള്ളത് ചോദിച്ചു നോക്കി, ആരുടെയെങ്കിലും ഒന്നും ഇല്ല, പഠിച്ചാലേ പറ്റുള്ളൂ. അതിന് പഠിക്കാന്ന് പറഞ്ഞാൽ ഇനി 4 ഇയർ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ. അപ്പം 3 month കോഴ്സ് അങ്ങനത്തെ കിട്ടുന്ന ഞാൻ നോക്കി, കോഡിങ് നോക്കി, പറ്റൂല. അങ്ങനെയാണ് മാർക്കറ്റിംഗ് ഇതിലേക്ക് വന്നത്. അപ്പം ഇത് കഴിഞ്ഞ് എനിക്ക് വർക്ക് വന്നായിരുന്നു, ചെയ്ത് കൊടുത്തു. അങ്ങനെ ചെറിയ ചെറിയ എനിക്ക് കിട്ടുന്നുണ്ട്. എന്താണെങ്കിലും ഇപ്പം കിട്ടിയ മാർക്കറ്റിങ്ങിൻ്റെ ആ ഒരു പഠിച്ച് കഴിഞ്ഞതിന് ജോബ് ചെയ്യണം, വർക്ക് കിട്ടുന്നില്ല ചെയ്ത് കൊടുക്കുക എന്നുള്ളതും. അവാർഡ് കിട്ടുമെന്ന് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അത് പ്രത്യേകിച്ച് കോണ്ടന്റ് സൈഡിൽ നിന്ന് ഒട്ടും ഓർത്തില്ല. ഞാൻ ഈ ഒരു അവാർഡും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞായിരുന്നു, ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും ഞാൻ എങ്ങനെ നോക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്തില്ല. എനിക്ക് ജസ്റ്റ് എല്ലാ അസൈൻമെൻറ്റ് ഡെഡ് ലൈന് മുമ്പ് സബ്മിറ്റ് ചെയ്യുക, അതെനിക്ക് നിർബന്ധമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഓരോ നോക്കുക. പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കണമായിരുന്നു കോണ്ടന്റിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ആ ഒരു ടൈമിൽ വീഡിയോ എടുക്കാനായിട്ടാളും അമ്മ മാത്രമേ ഉള്ളൂ. അപ്പം അമ്മയ്ക്ക് തിരക്കും കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എങ്ങനെ എടുക്കും എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കറക്റ്റ് ടൈമിൽ എൻ്റെ ഒരു കസിൻ ലീവിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ എനിക്ക് അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു തരികയൊക്കെ ചെയ്ത്. അത് കഴിഞ്ഞിട്ടാണെങ്കിലും പിന്നെ സോഷ്യൽ മീഡിയയ്ക്ക് അതിനുവേണ്ടി UGC കോഡം ചെയ്യുമായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് അവളില്ലായിരുന്നു. പക്ഷേ ആ ഒരു ടൈമിൽ തന്നെ വേറൊരു കസിൻ വന്നു. ആ ടൈമിൽ ആ വീഡിയോ എടുത്തു തന്നു, ബാക്കി കാര്യങ്ങളെ പുള്ളി സെറ്റ് ചെയ്ത് തരിക ചെയ്തത്. അപ്പം എനിക്ക് ഈ അവാർഡിൻ്റെ സമയം ഞാൻ കോൺവെക്കേഷന് പോകാൻ പറ്റുന്നെങ്കിൽ സങ്കടം ഉണ്ടായിരുന്നു, ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു വരണം എന്നൊക്കെ. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ വരാൻ പറ്റാത്തതായിരുന്നു. അപ്പം അന്ന് എനിക്ക് വേറെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ പോയിട്ട് വന്ന് വൈകിട്ട് ഫോൺ നോക്കുമ്പോഴാണ് മെസ്സേജ് അവാർഡ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഓക്കെ, ഇത് ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഞാൻ എന്നോട് മാം വിളിച്ചാൽ ആദ്യത്തെ മാം വിളിച്ചായിരുന്നു, വരാൻ പറ്റുമോ, വന്നാൽ നല്ലതായിരുന്നൊക്കെ പറഞ്ഞു. SCOയുടെ മെഡൽ നമുക്ക് നോക്കാം, കോൺവെക്കേഷൻ വരെ ഫസ്റ്റ് പേജിലുള്ളവർക്ക് എന്തോ മെഡലുണ്ടോ അങ്ങനെ പറഞ്ഞായിരുന്നു. അതൊക്കെ ഉണ്ട്, നമുക്ക് നോക്കാം, വരാൻ പറ്റിയാൽ നല്ലതെന്ന് പറഞ്ഞു. പക്ഷേ വരാൻ പറ്റൂല എന്ന് ഞാൻ മാമിനോട് പറഞ്ഞു സത്യമായിട്ട്. പക്ഷെ അന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അവാർഡ്, ഞാൻ ഒന്നും നെട്ടി. എനിക്കാണോ എന്ന് അറിയണമല്ലോ, കറക്റ്റ് നോക്കി, എനിക്ക് തന്നെ ആണോ നോക്കി കറക്റ്റ്. പക്ഷെ ടൈമിൽ ശരിക്കും SCO ബാക്കി പോലെയല്ല, കോണ്ടന്റ് എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. കോണ്ടന്റും കൂടെ ആയപ്പോഴത്തേക്ക് ഞാൻ അപ്പോഴേ എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ ചെയ്തത് എവിടേക്കോ എന്തൊക്കെയോ ശരിയുണ്ട്, ഓക്കെ ആണെന്നുള്ളത് എനിക്ക് ഉറപ്പിച്ചു തന്നെ ആ ടൈമിലാണ്. ഞാൻ ചെയ്ത വീഡിയോ ഓക്കെയാണ്, അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങളെല്ലാം ഓക്കെയാണെന്ന് എനിക്ക് ഉറപ്പായത് ആ ടൈമിലായിരുന്നു. അവാർഡ് കിട്ടിയ ടൈമിലാണ് ഉറപ്പിച്ചത്. അപ്പം ഞാൻ ചെയ്തത് ഓക്കെ ആയിരുന്നു. ആ ഒരു ഇതെന്ന് പറയുമ്പോൾ കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. അവരില്ല ഇങ്ങനെ നിനക്കാണോ അവാർഡ്, ഞാൻ ഇങ്ങനെ എനിക്ക് തന്നെ അറിയത്തില്ല എനിക്കാണോ അല്ലയോ. ഞാൻ പിന്നെ മാമിന് മെസ്സേജ് അയച്ചോളൂ, മാം ഇങ്ങനെ ഉണ്ട്, അതുകൊണ്ട് നിനക്കാ കിട്ടിയേ. അപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ നല്ല സർപ്രൈസ് ആയിപ്പോയി, ഷോക്കായിപ്പോയി. എനിക്ക് അപ്പോഴും ഉറപ്പായില്ല. ഞാൻ ചെയ്തത് ജസ്റ്റ് തട്ടിക്കൂട്ടി ഓരോന്ന് ചെയ്യുക, എനിക്ക് അസൈൻമെന്റ് തീർക്കാന്നുള്ളതായിരുന്നു. ആ ഡെഡ് ലൈന് മുമ്പ് അസൈൻമെന്റ് തീർക്കാന്നുള്ളത് എനിക്ക് നിർബന്ധമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയൊക്കെ ചെയ്യാവോ അങ്ങനെ തട്ടിക്കൂട്ടി ചെയ്ത് വെച്ചതാ. പക്ഷേ അവാർഡ് കിട്ടിയപ്പോഴാണ് കിട്ടിയത് ശരിയാവും, ചെയ്തത് ഓക്കെയാന്നുള്ളത് ശരിക്കും ഞാൻ ആ ടൈമിൽ ഉറപ്പിച്ചേ. അങ്ങനെയൊക്കെ ചെയ്താൽ മതിയായിരുന്നല്ലേ എന്നുള്ളത് എനിക്കെപ്പോഴും ഉറപ്പായിരുന്നു. ഫാമിലി എന്ന് പറയുമ്പം ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചാണ്, അതായത് പപ്പയുടെ അനിയൻ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ ക്ലോസ്ഡ് ആയിട്ടുള്ളത് എൻ്റെ ചേച്ചിയായിട്ടായിരുന്നു. അവൾക്ക് ഇവിടെ ഇല്ല, ഷാർജയിൽ വർക്ക് ചെയ്യുക. അപ്പം ആ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. കാരണം എനിക്കൊന്ന് ഷെയർ ചെയ്യാൻ പറ്റിയ ഒരാളായിട്ട് അവളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അമ്മയായിട്ടാണ്. അമ്മ എന്ന് പറയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കുറേ പേരിൽ അവൾ അവാർഡ് മേടിച്ചതിന്. ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അവൾക്ക് കിട്ടിയത്. ഒട്ടും സമയം വേസ്റ്റ് ആക്കാതെ എന്ത് കൊടുക്കുന്ന ചെയ്തു തീർക്കണം എന്നുള്ള ഒരു മനോഭാവമൊക്കെ ഉള്ളത്. എത്ര സമയം താമസിച്ച് കിടന്നെന്ന് പറഞ്ഞാൽ അത് തീർക്കണം, അങ്ങനെയാണ് മുന്നോട്ട് അങ്ങനെ കൊണ്ടുപോയാൽ മതിയെന്ന് എനിക്കുള്ളൂ. പിന്നെ ഡാഡിയും മമ്മി ഞങ്ങളൊക്കെ, ഡാഡിയായിട്ട് ഞാനും ഡാഡി അത്ര ചേരൂല, അങ്ങോട്ടും ഇങ്ങോട്ടും വേടാ പോടാ ആ ഒരു ഉള്ളു ഇതാണ്. അവാർഡൊന്നും പ്രതീക്ഷിച്ചില്ല. എന്തായാലും എഴുതിയാല് ചിലപ്പോൾ ഇതിലൊക്കെ കിട്ടുമെന്നുള്ള അറിയാം. പഠിക്കാനുള്ള കഴിവുണ്ട് എനിക്ക്. കൂടുതൽ പ്രശ്നമില്ല, എഴുതിയാൽ മതി. പിന്നെ ഒരുപാട് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് ഒന്നും കിട്ടാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സങ്കടം വരും, വിഷമം തോന്നും. നമ്മളൊന്നും പ്രതീക്ഷിക്കാണ്ട് കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഉള്ളത് മമ്മിയായിട്ട്. മമ്മി എന്ന് പറയുമ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഇപ്പോൾ ബാക്കിയുള്ള മമ്മിമാരെ പോലെ ഒന്നല്ല, അത് ഗ്രാൻഡ് മദർ, ബാക്കിയുള്ളവരെ പോലെ ഒന്നല്ല. ഇത് കുറച്ച് ഇതാണ്. വല്യപ്പൻ്റെ സ്നേഹവും വല്യമ്മച്ചിയുടെ സ്നേഹവും ഞാൻ അവൾക്ക് കൊടുത്തു. നമുക്ക് എന്തെങ്കിലും വേദന ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അവൾക്ക് ഭയങ്കര വിഷമമാണ്. അപ്പം നമ്മുടെ കുറിച്ചുണ്ടാകും
ഞാനെങ്കിലും പുറത്തിറങ്ങി പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണേ അവൾ അന്നേരം കുടിക്കാൻ വെള്ളം കൂടുതൽ മറ്റുള്ള 2 പിള്ളേരെക്കാളും കൂടുതലായിട്ട് ഇവിടെ എപ്പോഴും ഞാൻ ഓർത്ത് നിൽക്കുകയും സഹകരിക്കുകയും ചെയ്യും. അങ്ങനെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ഞാൻ എപ്പോഴും ഞങ്ങളുടെ കൊച്ചിന് പ്രിയപ്പെട്ടതായിരുന്നു. അവളെപ്പറ്റി വർണ്ണിക്കാനില്ല, അവളെപ്പറ്റി തിന്മയായിട്ടൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. ഇനിയാണേലും അവൾ മുന്നോട്ട് പോകാൻ പല കാര്യങ്ങളാവുകയാണ്. ഞങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഒത്തിരി ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ട്, ഒത്തിരി പ്രാർത്ഥന കിട്ടുന്നുണ്ട്. ഒത്തിരി അനുഗ്രഹമുള്ളൊരു കുഞ്ഞാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ആഗ്രഹമുള്ളത് ഈ കുഞ്ഞെ നടന്നു കാണണം, വേറൊന്നും വേണ്ട ജീവിതത്തിൽ ഞങ്ങൾക്കൊന്നും വേണ്ട. എന്താ നമ്മുടെ ഫാമിലിയുടെ ബാക്ക് ബോൺ എന്ന് പറയുമല്ലോ, അത് മമ്മിയാണ്. അപ്പം ഈ ഒരു കോഴ്സ് എടുക്കുന്ന ടൈമിലാണെങ്കിൽ പോലും സപ്പോർട്ട് ബാക്കിയുള്ള ടൈമിൽ നോക്കുമ്പം ബാക്കിയുള്ളവരെക്കാളും കൂടുതൽ സപ്പോർട്ട് മമ്മിയാണ്. എടുത്തോ, നമുക്ക് നോക്കാം ബാക്കി എന്താണ് എന്ന രീതിയിൽ മമ്മിയാ ഇതങ്ങ് എടുത്തോ പറഞ്ഞു പോയത്. അമ്മ എന്ന് പറയുമ്പോൾ അമ്മ ഈ എടുത്ത് കുഴപ്പമില്ല നോക്കാം. ഡാഡി പറയുമ്പോൾ നിന്റെ ഇഷ്ടം. ബാച്ച്മേറ്റ് ആയിട്ട് ഞാൻ അങ്ങനെ അധികം കോണ്ടാക്ട്സ് ഇല്ല. ഞാൻ വെച്ചാൽ എനിക്കൊരു പറ്റിയൊരു മിസ്റ്റേക്കാണ്. ഞാനങ്ങനെ ആരുമായിട്ടും വലിയ കമ്പനിക്ക് നിന്നില്ല. ഞാനാണ് ക്ലാസ് ടൈമിലാണെങ്കിൽ പോലും വീഡിയോ ഓണാക്കുക, വോയിസ് ഒന്നുമില്ല, വീഡിയോ ഓണാക്കുകയും ചെയ്യുന്നില്ലായിരുന്നു. ഇനി ഇപ്പോഴെനിക്കതിനൊരു വിഷമം വല്ലാത്തൊരു ഇരിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരുമായിട്ടൊന്ന് കമ്പനി ആയാൽ മതിയായിരുന്നു. ഗ്രൂപ്പിൽ എല്ലാവരും മെസ്സേജ് അയക്കുമായിരുന്നു, പക്ഷെ ഞാനിങ്ങനെ അയക്കാനൊന്നും പോയില്ലായിരുന്നു. എനിക്ക് എന്തോ ഒരു ചമ്മലും പേടിയൊക്കെ ആയിരുന്നു. അങ്ങനെ കൂടുതലായിട്ട് പിന്നെ നമ്മളെ പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പ് ആക്കിയായിരുന്നു. അങ്ങനെ എനിക്ക് ഇവിടെ അടുത്ത് തന്നെ അമീതേച്ചി ഉണ്ട്. ആ ചേച്ചിയായിട്ട് കോട്ടായി. പിന്നെ ഗ്രൂപ്പിലുള്ള കുറച്ച് പേരായിട്ട് ആ ഒരു ടൈമിലുള്ള ഇതേ ഉള്ളൂ. അല്ലാതെ ഞാൻ വേറെ ആരുടെ അങ്ങനെ അധികം കൂട്ടായിരുന്നില്ല. പക്ഷെ അവരുടെ സപ്പോർട്ട് നല്ലതായിരുന്നു. പ്രസന്റേഷൻ ടൈമിലൊക്കെ എനിക്ക് ഹെൽത്ത് ഓക്കെ അല്ലായിരുന്നു. ഫസ്റ്റ് പ്രസന്റേഷൻ ബ്രാൻഡ് ഓഡിറ്റിൻ്റെ പ്രസന്റേഷൻ ടൈമിൽ ഞാൻ സ്ലൈഡെല്ലാം ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു നല്ല ബുദ്ധിമുട്ടിലായിരുന്നു ഹെൽത്ത്. ആ ടൈമിൽ ഞാൻ തേശ്രീ മാമിനെയും ഭാഗ്യ മാം പറഞ്ഞു ഞങ്ങൾക്ക് ഇതിനുണ്ടായിരുന്നു കോഡൻ മാർക്കറ്റിങ്ങിൻ്റെ. അപ്പോൾ മാമിനും കോൺടാക്ട് ചെയ്തു. മാം പറഞ്ഞു കുഴപ്പമില്ല, സ്ലൈഡെല്ലാം ഉണ്ടല്ലോ, ടീമിനോട് ചോദിച്ചു നോക്കാം അവർ ഓക്കെ ആണോ, ഞാൻ പ്രസൻറ്റ് ചെയ്തില്ലെങ്കിലും അവർ മാനേജ് ചെയ്യുമെന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പോൾ ടീം ഓക്കെ, എൻ്റെ ടീമിലുണ്ടായിരുന്നു പറഞ്ഞു കുഴപ്പമില്ല, ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും, ഇല്ലെങ്കിൽ ഞങ്ങൾ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞു. പക്ഷേ എന്തോ എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റി. ലാസ്റ്റ് ആയപ്പോഴേക്കും വയ്യാതായി പെട്ടെന്ന് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. പക്ഷെ അത് അവർ കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. ടീമിൻ്റെ ഭാഗത്തുനിന്നും പിന്നെ തേശ്രീ മാമിൻ്റെ ഭാഗ്യ മാമിൻ്റെ അടുത്തുനിന്ന് നല്ല സപ്പോർട്ടായിരുന്നു. കുഴപ്പമില്ല. ഇത് പ്രസൻറ്റേഷൻ എല്ലാം കഴിഞ്ഞ് നൈറ്റിൽ ഭാഗ്യ മെസ്സേജ് അയച്ചു, എന്താ ഓക്കെ ആയോ, ഹെൽത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോഴും ഞാൻ ഓർക്കുന്നത് ഞാൻ ലാസ്റ്റ് ടൈം പ്രസൻറ്റേഷൻ്റെ ആ ഒരു ടൈമിൽ പെട്ടെന്ന് ഇറങ്ങുക ചെയ്തത് പറ്റാതായിട്ട്. അപ്പോൾ എനിക്ക് ഞാൻ കാരണം ഞങ്ങളുടെ ടീമിൻ്റെ ഒരു ഇത് പോലോ എന്നായിരുന്നു. പക്ഷെ ടീമിലുള്ള എല്ലാവരും വളരെ കൂളായിട്ട് ഒരു കുഴപ്പമില്ല, ഹെൽത്ത് ഓക്കെ എല്ലാവരും പ്രസന്റേഷന് വന്നല്ലോ, ആ രീതിയിൽ ഭയങ്കര കംഫോർട്ട് ചെയ്തു തന്നെ ആ ടൈമിൽ അവരെല്ലാവരും കൂടെ. ഫസ്റ്റത്തെ ആ ഒരു പ്രസന്റേഷൻ ടൈമിൽ ഭയങ്കര ടെൻഷനായിരുന്നു, ഒട്ടും പറ്റത്തില്ലായിരുന്നു. പിന്നെ സെക്കൻഡ് ഒക്കെ ആയപ്പോഴേക്കും ഓക്കെ നമുക്ക് മനസ്സിലായി എന്താ സംഭവം എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കൂളാവാൻ തുടങ്ങി. പക്ഷെ ആ ഒരു ടൈം നമ്മളെ വിളിക്കുമ്പോഴേക്കുള്ള ടൈമിലേക്ക് ഫുള്ള് ടെൻഷൻ അടിച്ച് ഞങ്ങളെ ഗ്രൂപ്പിലുള്ള എല്ലാവരും തമ്മിൽ അങ്ങനെ ആയിരുന്നു. അയ്യോ നമ്മളെ വിളിക്കാറായി എന്നുള്ള രീതിയിൽ ഞങ്ങൾ ആ ടൈമിൽ മെസ്സേജ് അയക്കുക, നമ്മളെ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പേടി നല്ല രീതിയിലുണ്ടായിരുന്നു പ്രസന്റേഷൻ. ഫസ്റ്റത്തെ ആ ഒരു പ്രസന്റേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു പേടി മാറി കിട്ടി. പിന്നെ ചെയ്യാനുള്ളതെല്ലാം മനസ്സിലായി, എങ്ങനെ പ്രസന്റേഷൻ ചെയ്യണം, പ്രസന്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതെല്ലാം ആ ഫസ്റ്റത്തെ കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലായി. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ. നമുക്ക് ഇനി ഒരു ക്ലയൻറ്റ് വരുവാണെങ്കിൽ തന്നെ എങ്ങനെ ചെയ്യാമെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് CD ആയിട്ട് ഇഷ്ടപ്പെട്ട അതായിരുന്നു. തിയറി അല്ലാതെ നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുമ്പം നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടുമല്ലോ കൂടുതലായിട്ടും. ബാക്കി നിങ്ങൾ പറഞ്ഞ് ചെയ്യുന്നതിനെക്കാട്ടിലും നമ്മൾ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൂടുതലായിട്ട് അസൈൻമെൻറ്റ് ട്രാക്കർ ഫസ്റ്റ് കണ്ടപ്പോൾ നന്നായിട്ട് മേടിച്ചു, ഇതന്നെ എപ്പോൾ തീർക്കാനാന്നുള്ളത്. പക്ഷെ ചെയ്തു വന്നപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. കാരണം റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും, ഇത്ര ദിവസം കൂടെ ഉള്ളു തീരാനായിട്ട്, സബ്മിറ്റ് ചെയ്യണം. പക്ഷെ അത് നമുക്ക് നല്ലൊരു ഇതായിരുന്നു, സപ്പോർട്ടായിരുന്നു. അത് തന്നെ നമുക്കിത് ചെയ്ത് തീർക്കുന്നുള്ളൊരു ഇതുണ്ടാവുമല്ലോ, സമയം കളയാനില്ല, നമുക്ക് ചെയ്യാൻ കുറേ കാര്യം ചെയ്യാറുണ്ടെന്നുള്ളൊരു ഇത് നമുക്ക് ആ ടൈമിൽ കിട്ടുന്നുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അസൈൻമെൻറ്റ് ട്രാക്കർ തന്നെയായിരുന്നു. ലാസ്റ്റ് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ ഇതൊക്കെ ഞാൻ തന്നെയാണോ ചെയ്തേ എന്നൊരു ഫീലായിരുന്നു, നല്ലൊരു ഇതായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത് തന്നെയായിരുന്നു. തിയറിയേക്കാളൊരു പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആ ടൈമിൽ കിട്ടി. വെബ്സൈറ്റ് ഡെവലപ്മെന്റ് ആണെങ്കിൽ തന്നെ ആ ഒരു ടൈമിൽ നമുക്ക് നോക്കുമ്പോൾ ഒന്നും അറിയാത്ത ഞാനിപ്പോൾ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു വലിയ കാര്യം. സീതേനോട് ഫസ്റ്റ് പറയാനുള്ളത് താങ്ക് യു ആണ്. കാരണം ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാറ്റി വെച്ചൊരു സംഭവമായിരുന്നു നോക്കിയിട്ടു. പക്ഷേ ലാസ്റ്റ് അതെടുക്കാൻ ഇത് കിട്ടാൻ കാരണം CD ആണ്. അതെല്ലാം എനിക്ക് വേറെ എന്താ പറയാ, താങ്ക് യു. ബാത്തമാ
हिया होय हिया हिया होय ഒട്ട് കണ്ണേ പൂങ്കുരുത്തേ തിമിയോ തിമി ബാത്തമ്മ തീയാട്ട് ഊട്ട് കാഞ്ച നീയങ്ക് മമ്മിൽ ബാത്തമ്മ കൊലക്ക് പോയക്ക് കൊടുത്ത ബാധേ നീയങ്ക് മമ്മിൽ ബാത്തമ്മ ഞണ്ടുക്ക് പോയക്ക് കൊടുത്ത ബാധേ നീയങ്ക് മമ്മിൽ ബാത്തമ്മ ഒട്ട് കണ്ണേ പൂങ്കു